രാത്രി അടുത്തിരുന്ന് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ കിസ് ചെയ്യാനുള്ള ടെൻഡൻസി ഷിയാനും സിയയ്ക്കും ഒരുപോലെ തോന്നിയെങ്കിലും രണ്ടുപേരും പിന്മാറുന്നുണ്ട്. സിയ ഹെഡ്ഫോണൊക്കെ ഊരി മാറ്റിയിട്ട് കുറച്ചു നേരം മുഖം തിരിച്ചിരിക്കുന്നു. ഷിയാനും കുറച്ച് സമയത്തേക്കൊന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സിയെ തിരിഞ്ഞ് മുന്നോട്ടുള്ള നിന്റെ വഴി ഏകദേശം ക്ലിയറായ സ്ഥിതിക്ക് ആദ്യം ചെറിയ ഗോളിൽ നിന്ന് തുടങ്ങാം, ഞാനും സഹായിക്കാമെന്ന് അവൻ പറയുന്നു. ഷിയാനും അത് സമ്മതിക്കുന്നുണ്ട്. ആ സമയത്താണ് ഷിയാൻ്റെ അമ്മ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഒരു പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ അറിയിക്കുന്നത്. അവർ വേഗം വീട്ടിലേക്ക് എത്തുന്നു. ഷിയാൻ്റെ മുത്തശ്ശിക്ക് സുഖമില്ലാതായിരിക്കുന്നു. കൂടെ വേറെ ആരും ഇല്ലാത്തതിനാൽ അമ്മയ്ക്ക് അത്യാവശ്യമായി നാട്ടിലേക്ക് മടങ്ങണം. കോങ് ചെറിയ കുട്ടിയായതിനാൽ അവനെയും ഞാൻ കൂടെ കൊണ്ടുപോവുകയാണ്. നിനക്ക് എക്സാം എടുത്തിരിക്കുന്നതിനാൽ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, തനിച്ചിവിടെ നിൽക്കാൻ പേടിയുണ്ടോ എന്ന് അമ്മ അവളോട് ചോദിക്കുന്നു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ നിന്നോളാം, അമ്മ സമാധാനമായി പോയിട്ട് വരുമെന്ന് അവൾ പറയുന്നു. സിയയും അമ്മയും യാത്ര അയക്കാൻ എത്തിയിട്ടുണ്ട്. ഷിയാൻ്റെ അച്ഛന് സീനിയർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനാൽ എക്സാം എടുത്തതുകൊണ്ട് നൈറ്റ് ക്ലാസ് ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് സ്കൂളിൽ തന്നെയാണ് താമസിക്കുന്നത്. ആരും കൂടെയില്ല എന്ന് കരുതി ഈ പ്രശ്നമോർത്ത് വിഷമിച്ചിരിക്കാതെ പഠനത്തിൽ ശ്രദ്ധിക്കണമെന്ന് അമ്മ ഷിയാനെ ഓർമ്മിപ്പിക്കുന്നു. ഷിയാനെ കൂടി നോക്കിക്കൊള്ളണമെന്ന് സിയയും അമ്മയെയും അവർ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. വിഷമിക്കേണ്ട, സമാധാനമായി പോയി വരാൻ പറഞ്ഞ് അവർ ഷിയാൻ്റെ അമ്മയെ യാത്ര അയക്കുന്നു. അവർ പോയപ്പോൾ ഷിയാനെ സിയയുടെ അമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് രണ്ടുപേർക്കും കഴിക്കാൻ ഭക്ഷണം നൽകുന്നു. അമ്മ മടങ്ങി വരുന്നവരെ ഇവിടെ താമസിച്ചാൽ പോരെ എന്ന് അവർ ഷിയാനോട് ചോദിക്കുന്നു. ഷിയാൻ പെട്ടെന്നൊരു മറുപടി പറയാഞ്ഞപ്പോൾ സിയയുടെ അമ്മ അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നു. ഞാൻ എന്ത് പറയാനാണ്, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ എന്നവൻ പറയുന്നു. കുഴപ്പമില്ല ആൻറ്റി, ഞാൻ തനിച്ച് നിന്നോളാം, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയൊന്നുമില്ല എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാൻ മടിക്കരുത്, ഫുഡ് ഞാനിവിടെ ഉണ്ടാക്കാം, കഴിക്കാൻ ഇങ്ങ് വന്നാൽ മതി എന്നവർ പറയുന്നു. ഷിയാൻ അത് സമ്മതിക്കുന്നു. അവരോട് അവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് അമ്മ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനായി പുറത്തേക്ക് പോകുന്നു. സിയ തൻ്റെ പാത്രത്തിൽ നിന്ന് കൂടി കുറച്ച് ഫുഡ് ഷിയാൻ്റെ പാത്രത്തിലേക്ക് പകർന്നു കൊടുത്തിട്ട് എനിക്ക് നല്ല വിശപ്പില്ല, നീ കഴിച്ചോളാൻ പറയുന്നു. എൻ്റെ മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നവൾ വിഷമത്തോടെ ചോദിച്ചപ്പോൾ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കേണ്ട, മുത്തശ്ശിക്ക് എത്രയും പെട്ടെന്ന് സുഖമാകും, അപ്പോൾ നിനക്ക് പോയി കാണാം. ഇപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നിന്റെ അമ്മയെ വിഷമിപ്പിക്കാതെ നിന്റെ കാര്യങ്ങൾ നന്നായി നോക്കുക എന്നുള്ളതാണ് എന്നവൻ പറയുന്നു. രാത്രിയായപ്പോൾ ഷിയാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തുടങ്ങുന്നു. സിയോട് അവളെ കൊണ്ടാക്കിയിട്ട് വരാൻ അമ്മ പറഞ്ഞെങ്കിലും അതൊന്നും വേണ്ട, ഞാൻ തനിച്ചു പോയിക്കൊള്ളാം, തൊട്ടടുത്തല്ലേ എന്ന് പറഞ്ഞ് ഷിയാൻ വേഗം പോകുന്നു. ഷാദിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ഷിയാൻ വീട്ടിലേക്ക് ചെന്ന് കയറിയത്. നിനക്ക് അമ്മയോട് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് പോരായിരുന്നില്ലേ, ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയില്ലെന്ന് ഷാദി ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കല്ലേ, ഞാൻ കുഴപ്പമില്ല എന്ന് മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഷിയാൻ പറയുന്നു. പെട്ടെന്നാണ് ഷിയാൻ വാതിലിന് പുറത്തെന്തോ ശബ്ദം കേട്ടത്. അങ്ങോട്ട് നോക്കി അവൾക്ക് കതകിൻ്റെ താഴത്തെ വിടവിലൂടെ ആരുടെ നിഴൽ കാണുന്നു. പുറത്താരോ ഉണ്ടെന്ന് മനസ്സിലായതിനാൽ ഷാദിയോട് മിണ്ടല്ലേ എന്ന് പതുക്കെ പറഞ്ഞിട്ട് ഷിയാൻ ഫോൺ താഴെ വെച്ച് ശബ്ദം ഉണ്ടാക്കാതെ വാതിലിനടുത്തേക്ക് പോയി ഐഹോളിലൂടെ നോക്കുന്നു. ഷിയാൻ നല്ല പേടിയുണ്ടെന്ന് അവളെ കണ്ടാൽ അറിയാം. പുറത്ത് കറുത്ത വേഷം ധരിച്ച് മുഖംമൂടിയും തൊപ്പിയും ധരിച്ച കളനെ പോലെ തോന്നിക്കുന്ന ഒരാൾ നിൽക്കുന്നത് കണ്ട് ഷിയാൻ ഒന്നും കൂടി പേടിക്കുന്നു. എന്ത് വേണമെന്നറിയാതെ ഒരു നിമിഷം സംശയിച്ച് നിന്നിട്ട് അവൾ അകത്ത് ആളുണ്ടെന്ന് അറിയിക്കാനെന്നോണം മുറിക്കുള്ളിലെ ലൈറ്റ് ഓണാക്കി വാതിലിൽ ലോക്ക് ചെയ്തിട്ട് കള്ളൻ ഇനി അകത്തേക്ക് കയറിയാൽ തല്ലാൻ പറ്റി എന്തെങ്കിലും കിട്ടുമോ എന്ന് തിരിയുന്നു. അവളൊരു ചൂല് തപ്പിയെടുത്തപ്പോഴേക്കും വാതിൽ കുറേ തവണ തട്ടിയിട്ട് വാതിൽ തുറന്നവരെ അകത്തേക്ക് കയറുന്നു. ഇവിടെ ആളുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഷിയാൻ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് വന്നയാളിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഇത് ഞാനാണെന്ന് പറഞ്ഞ് സിയെ പിടിച്ചു നിർത്തിയപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. ഷിയാൻ വിശ്വാസം വരാത്ത പോലെ നീ എങ്ങനെ അകത്തെത്തിയെന്ന് ചോദിക്കുന്നു. നിന്റെ അമ്മ പോകുന്നതിന് മുമ്പ് ഒരു സ്പെയർ കീ വീട്ടിൽ ഏൽപ്പിച്ചിരുന്നു, ഞാൻ കുറേ സമയം കൊണ്ട് വാതിൽ തട്ടി വിളിക്കുകയായിരുന്നല്ലോ, നീ എന്താ വാതിൽ തുറക്കാഞ്ഞത് എന്നവൻ ചോദിക്കുന്നു. ഞാനാകെ പേടിച്ചു പോയി, കള്ളനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയതെന്ന് ഷിയാൻ പറയുമ്പോൾ പേടിക്കേണ്ട, സെക്യൂരിറ്റി താഴെ വെച്ചൊരു കള്ളനെ ഇപ്പോൾ പിടിച്ചതേ ഉള്ളൂ, ഇത് കണ്ടോ, ഇതാരോ അടയാളപ്പെടുത്തി വെച്ചതാണെന്ന് പറഞ്ഞ് സിയ അവളുടെ വീടിന് വെളിയിലെ ഭിത്തിയിൽ വരച്ചിരുന്ന അടയാളം അവളെ കാണിക്കുന്നു. ആ സമയത്ത് സിയയ്ക്ക് ഒരു കോൾ വരുന്നു. ഞാൻ അവളുടെ കൂടെയുണ്ട്, കുഴപ്പമൊന്നുമില്ല, നീ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞവൻ ഫോൺ വെച്ചപ്പോൾ ആരാണ് വിളിച്ചത് എന്നവൾ അന്വേഷിക്കുന്നു. ശിഷിയാണ്, നിനക്കെന്തോ അപകടം പറ്റിയെന്ന് ഷാദി അവനെ വിളിച്ചു പറഞ്ഞിരുന്നു, അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സിയെ പറയുന്നു. അവൻ ഉടൻ തന്നെ ഷിയാനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവൻ്റെ അമ്മ ഷിയാൻ്റെ അമ്മയെ വിളിച്ച് വിവരം പറഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നവരെ ഷിയാൻ ഇവിടെ താമസിച്ചോളും എന്നറിയിക്കുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞ് സിയയോട് ഷിയാൻ്റെ കൂടെ പോയി അവളുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കാൻ അമ്മ പറഞ്ഞെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഷിയാൻ അവനെ ഒഴിവാക്കുന്നു. ഷിയാൻ തന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്നൊരു തോന്നൽ സിയയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. സിയെ മടങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞതുകൊണ്ട് ഷാദിയും ശിഷിയും തിരിച്ചു പോകുമ്പോൾ സിയയ്ക്ക് നല്ല ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് തക്ക സമയത്ത് ഷിയാനെ സഹായിക്കാൻ കഴിഞ്ഞു. നീ ആയിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ സഹായിക്കുമായിരുന്നു എന്ന് ഷാദി ചോദിക്കുന്നു. കുട്ടിക്കാലം മുതൽ ഇതുവരെ നിനക്ക് എപ്പോൾ അപകടമുണ്ടായാലും ഞാൻ കൂടെ തന്നെ ഇല്ലായിരുന്നു, നീ ഒന്ന് ഓർത്തു നോക്കിക്കേ എന്ന് ശിഷി ചോദിക്കുന്നു. അത് ശരിയാണല്ലോ എന്ന് ഷാദി ഓർത്തു നോക്കിയ ശേഷം പറയുന്നുണ്ട്. അതിൻ്റെ നന്ദി സൂചകമായി ഞാൻ നിന്നെ ട്രീറ്റ് ചെയ്യാം, നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പോകുന്നു. അന്ന് രാത്രി ഷിയാൻ അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു. സിയെ ക്രിയേറ്റ് ചെയ്ത് നൽകിയ വെബ്സൈറ്റ് അവൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അവൾക്കത് ശരിക്കും ഇഷ്ടപ്പെടുന്നു. ഡയറിയിൽ എഴുതുന്നത് പോലെ അന്നത്തെ സംഭവങ്ങൾ അവൾ അതിൽ ടൈപ്പ് ചെയ്യുന്നു. ഞാൻ നാളെ മുതൽ സിയയുടെ വീട്ടിലേക്ക് താമസം മാറുകയാണ്, ഇത് ദൈവത്തിൻ്റെ അറേഞ്ച്മെൻ്റ് ആണോ എന്നും അവൾ അതിൽ എഴുതുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവൾ സിയെയും കാത്തിരിക്കുന്നു. അവൻ വന്നപ്പോൾ അവൾ റെഡിയായിരിക്കുന്നത് കണ്ട് നിനക്ക് ആകെ ഒരു പെട്ടിയേ ഉള്ളൂ എന്നവൻ ചോദിക്കുന്നു. അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ, കൂടുതൽ വേണമെങ്കിൽ വീടടുത്തല്ലേ, പിന്നെ ഒന്ന് എടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്നവൾ പറയുന്നു. സിയ അവളെയും കൂട്ടി നേരെ ഷോപ്പിങ്ങിനാണ് പോയത്. അവനവിടെ കണ്ണിൽ കണ്ടതൊക്കെ പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നു. ഷിയാനാണെങ്കിൽ അവനറിയാതെ ഒരറ്റത്ത് കൂടി സാധനങ്ങൾ തിരിച്ചു പെറുക്കി വെക്കുകയാണ്. ആവശ്യമില്ലാതെ കാശ് ചിലവാക്കുന്നത് അവൾക്ക് ഇഷ്ടമേ അല്ല. സിയെ ഷാമ്പു എടുത്തപ്പോൾ എന്നെ കണ്ടിട്ട് ഷാമ്പു ആവശ്യമുള്ളത് പോലെ തോന്നുന്നുണ്ടോ എന്നവൾ ചോദിക്കുന്നു. അവൻ അവളുടെ മുടിയിലൊന്ന് അമർത്തി പിടിച്ചിട്ട് കയ്യിൽ പറ്റിയ മുടി കാണിച്ചിട്ട് കണ്ടില്ലേ, മുടി കൊഴിയുന്നുണ്ട്, ഷാമ്പു ആവശ്യമാണ് എന്ന് പറയുന്നു.
എനിക്ക് മുടി ഒത്തിരി ഉള്ളത് കൊണ്ട് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. എനിക്കത് വേണ്ട എന്നവൾ പറഞ്ഞെങ്കിലും നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളതിൽ നിന്നെല്ലാം ഓരോന്നെടുക്കാം. ഉപയോഗിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് പറയുന്നു. അത് വേണ്ട, ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഷിയാൻ പെട്ടെന്ന് ഒരെണ്ണം എടുത്ത് വെക്കുന്നു. അവൻ പിന്നെയും ഓരോന്ന് എടുക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞ് തിരികെ വെപ്പിക്കുന്നു. നീ ഭയങ്കര പിശുക്കിയാണല്ലോ എന്ന് അവൻ പറഞ്ഞപ്പോൾ നീ ഭയങ്കര ലാവിഷാണ്, നിന്നെക്കൊണ്ട് സാധനം എടുപ്പിച്ചാൽ ശരിയാവില്ല. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് അവൾ സിയയുടെ കയ്യിലിരുന്ന ബാസ്ക്കറ്റ് വാങ്ങി മുന്നോട്ട് നടക്കാനാണെങ്കിലും വെയിറ്റ് കാരണം അവൾ നിന്ന് പോകുന്നു. ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞ് സിയ തിരികെ വാങ്ങുന്നു. സ്റ്റേഷനറി ഐറ്റം ഇരിക്കുന്ന ഭാഗത്തേക്ക് ഷിയാൻ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ ഒരു കാർഡ് ഇരിക്കുന്നത് കണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് പറഞ്ഞ് അവൾ അതെടുത്ത് നോക്കിയപ്പോൾ കൊച്ചുകുട്ടിയാണെന്ന് ചോദിച്ച് അവൻ കളിയാക്കുന്നതിനാൽ അവൾ അത് തിരികെ വെക്കുന്നു. ചുവട്ടിൽ ഒരു ബോൾ ഫിറ്റ് ചെയ്ത് അതിനുള്ളിൽ ലൈറ്റ് കത്തുകയും ശബ്ദം കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേന കണ്ട് സിയെ ആവശ്യത്തോടെ ഇത് കണ്ടോ, ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഷിയാനെ കാണിക്കുന്നു. അയ്യേ, ഇത് കാണാൻ മാത്രമേ കൊള്ളാവൂ, ഉപയോഗിക്കാൻ കൊള്ളില്ല, വെറുതെ കാശ് കളയാൻ. എൻ്റെ അനിയൻ പോലും ഇത് വെച്ച് കളിക്കാറില്ലല്ലോ, നിനക്ക് നാണമില്ലെന്ന് ചോദിച്ച് ഷിയാൻ അവനെ കളിയാക്കുന്നു. നിനക്ക് എന്തറിയാമെന്ന് പറഞ്ഞ് അവൻ അതിൽ നിന്നൊരെണ്ണം അവൾക്ക് കൊടുത്തിട്ട് അവന് പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്താണ് ഷോപ്പിങ്ങിന് വന്ന കെക്കയും ഷെങ്ങും അവരെ കണ്ട് അങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ എന്താണ് ഒരുമിച്ച് എന്ന് സിയെ ചോദിച്ചപ്പോൾ ഇതെൻ്റെ പുതിയ ഫ്രണ്ടാണ് എന്ന് കെക്കെ ഷെങ്ങിനെ പരിചയപ്പെടുന്നു. അവനും അത് ശരിവെക്കുന്നു. സിയയുടെ കയ്യിൽ നിന്ന് സാധനങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ എന്താണ് ഒരുമിച്ച് എന്ന് കെക്കെ അവരോട് ചോദിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വന്നതിൽ എന്താണ് കുഴപ്പമെന്ന് സിയെ ചോദിച്ചപ്പോൾ അതൊന്നും പറഞ്ഞ് വെറുതെ സമയം കളയാതെ നീ നല്ലതുപോലെ ബില്യാർഡ്സ് കളിക്കുമെന്ന് ഞാൻ കേട്ടല്ലോ, സമയം കിട്ടുമ്പോൾ നമുക്ക് ഒരുമിച്ച് കളിച്ചു നോക്കാമെന്ന് ഷെങ് ഷിയാനോട് പറയുന്നു. അവൾ അത് സമ്മതിക്കുന്നു. നിനക്ക് എപ്പോഴും ഇതേ ഉള്ളൂ എന്ന് ചോദിച്ച് കെക്കെ അവനെ വഴക്ക് പറഞ്ഞിട്ട് ഷിയാനെയും അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. പെൺകുട്ടികൾ രഹസ്യം പറയുന്നത് ഒളിഞ്ഞു കേൾക്കരുത് എന്ന് അവന്മാർക്ക് വാണിംഗ് കൊടുത്തിട്ട് അവൾ ഷിയാനെ മാറ്റി നിർത്തി എന്താണ് സംഭവം, നിങ്ങൾ എന്താണ് ഒരുമിച്ച് എന്ന് അന്വേഷിക്കുന്നു. ഷിയാന്റെ മുഖത്ത് നാണം പടരുന്നുണ്ട്. അവൾ പറഞ്ഞ് വിവരം അറിഞ്ഞതും കെക്കെ ഉടൻ തന്നെ ന്യൂസ് ഷാദിക്ക് എത്തിക്കുന്നുണ്ട്. നീയും സിയയും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയോ, ഇത്ര വലിയ കാര്യം വന്നാലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ, കെക്കെ പറഞ്ഞു വേണമല്ലോ ഞാൻ അറിയാൻ എന്നൊക്കെ ചോദിച്ച് ഷാദി ഷിയാനോട്ടൊരു വഴക്ക് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ, പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് മാറേണ്ടി വന്നതാണ്, ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു എന്നൊക്കെ ഷിയാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സിയയുടെ അമ്മ മുറിയിലേക്ക് വരുന്നതിനാൽ അവൾ ഫോൺ കട്ട് ചെയ്യാതെ തന്നെ താഴ്ത്തി പിടിക്കുന്നു. ഇത് മോൾക്കുള്ള പുതിയ ടവലാണ് എന്ന് പറഞ്ഞവർ ടവൽ കട്ടിലിൽ വെച്ചിട്ട് മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ, പെട്ടെന്നായതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ട, നീ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, നീ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് എന്നൊക്കെ ഷിയാനോട് പറയുന്നു. മേശപ്പുറത്തിരുന്ന സിയയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ കണ്ടപ്പോൾ ഇതൊക്കെ എടുത്തു മാറ്റാൻ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞവർ എടുക്കുന്നു. ഷിയാനും അത് നോക്കുന്നുണ്ട്. ഇത് കേശനാണല്ലോ സ്ഥലം എന്ന് അതിലെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ അവൾ ചോദിക്കുന്നു. അതെ, കുട്ടിക്കാലത്ത് ഒരിക്കൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മുത്തശ്ശൻ അവനെ അവിടെ കൊണ്ടുവന്നിരുന്നു, അന്നെടുത്ത ഫോട്ടോയാണിത് എന്നവർ പറയുന്നു. അമ്മ അവൻ്റെ വേറൊരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴേക്കും സിയെ ഓടി വന്ന് എന്തിനാ ഈ പഴയ ഫോട്ടോ ഒക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അത് പിടിച്ചു വാങ്ങിക്കുന്നു. അവൻ്റെ ഭാവം കണ്ട് ഷിയാന് ചിരി വരുന്നുണ്ട്. ഇത് കാണിച്ചതിൽ എന്താണ് കുഴപ്പം, നിന്നോട് ഇവൻ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയാൽ എന്നോട് പറയണം, ഞാൻ ഇവനെ നല്ല പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് ആൻറ്റി പറയുന്നു. ഷിയാൻ ചിരിച്ചുകൊണ്ട് പറയാൻ വേണ്ടി, പക്ഷേ ഇവൻ ആൾ പാവമാണെന്ന് പറയുന്നു. പോയി കുളിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കിയെന്ന് ഷിയാനോടും അവളുടെ സാധനങ്ങളൊക്കെ പെറുക്കി വെക്കാൻ സഹായിക്കാൻ സിയോടും പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നു. ഫോട്ടോയെക്കുറിച്ച് പറഞ്ഞ് ഷിയാൻ കളിയാക്കിയപ്പോൾ കുട്ടിക്കാലത്ത് അമ്മമാർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ വേഷം കട്ടിച്ച് ഫോട്ടോ എടുക്കാറില്ലേ, അതൊക്കെ ആരെങ്കിലും ഓർത്തിരിക്കുമോ, കുളിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കിയെന്ന് പറഞ്ഞ് സിയയും പോകുന്നു. ഷിയാൻ ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫോണിൽ നിന്ന് ഷാദിയുടെ വിളി അവൾ കേട്ടത്. ഫോൺ കട്ടാക്കിയില്ലല്ലോ എന്ന് ഷിയാൻ അപ്പോഴാണ് ഓർക്കുന്നത്. അവൾ വേഗം ഫോൺ ചെവിയിൽ വെച്ച് ഹലോ പറയുന്നു. ഇത്രയൊക്കെ ആയിട്ട് നീ പിന്നെയും ഒളിക്കുകയാണല്ലേ, നാളത്തെ ഗേൾസ് മീറ്റിങ്ങിൽ നീ ഉറപ്പായും വന്നിരിക്കണമെന്ന് പറഞ്ഞ് ഷാദി ഫോൺ കട്ട് ചെയ്യുന്നു. സിയെ ബാത്റൂമിലേക്ക് ചെന്ന് കയറാൻ വാതിൽ തുറന്നപ്പോൾ ഷിയാൻ കുളി കഴിഞ്ഞ് നനഞ്ഞ കോഴിയെ പോലെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വാതിൽ ലോക്ക് ചെയ്യാതിരുന്ന എന്താണെന്ന് ചോദിച്ചിട്ട് അവൻ തിരിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഹെയർ ഡ്രയർ എവിടെയാണ് എന്നവൾ ചോദിക്കുന്നു. സിയെ അമ്മയെ വിളിച്ച് ചോദിച്ച് ഡ്രയർ എടുത്ത് കൊടുത്തിട്ട് പുറത്തേക്ക് പോകുന്നു. അടുത്ത ദിവസം സ്കൂളിൽ പോകാൻ റെഡിയായി സിയെ വാതിൽക്കൽ നിന്ന് വിളിച്ചിട്ടും അകത്ത് അനക്കമൊന്നുമില്ലാത്തതിനാൽ അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്നു. ഷിയാൻ കിടന്നുറങ്ങുന്നത് കണ്ട് അവൻ ഫോണിൽ അലാറം ഓണാക്കി അവളുടെ ചെവിക്കീഴിലേക്ക് പിടിക്കുന്നുണ്ട്. എന്നിട്ടും കുറേ സമയം കഴിഞ്ഞാണ് ഷിയാൻ ഉണർന്നത്. ഉറക്കം കളഞ്ഞതിനെ അവൾ സിയെ ചീത്ത വിളിക്കുന്നുണ്ട്. വേഗം റെഡിയായി വരാൻ പറഞ്ഞവൻ പുറത്തേക്ക് പോകുന്നു. അവൾ റെഡിയായി താഴെ എത്തിയപ്പോൾ സിയെ സൈക്കിളുമായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നീ എന്താ ഇന്ന് സൈക്കിൾ എടുത്തതെന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ നിന്റെ കൂടെ പതുക്കെ നടന്നാൽ ഇന്ന് ലേറ്റാകും, എനിക്കതിന് താല്പര്യമില്ല എന്നവൻ പറയുന്നു. എന്നെ കാത്ത് നിൽക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ല, നിനക്ക് പോയിക്കൂടായിരുന്നു എന്ന് ചോദിച്ച് ഷിയാൻ മുന്നോട്ട് നടക്കുന്നു. നിനക്ക് ലേറ്റ് ആവേണ്ട എന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് തരാൻ എന്നോട് അപേക്ഷിക്കാൻ സിയ പറഞ്ഞപ്പോൾ എനിക്ക് ലിഫ്റ്റ് വേണ്ട എന്നവൾ പറയുന്നു. സിയ സൈക്കിൾ സ്പീഡിൽ ചവിട്ടിയപ്പോൾ ഷിയാൻ അവൻ്റെ ഒപ്പം ഓടുന്നു. ക്ലാസ്സിലെത്തിയ ഉടൻ തന്നെ ഷാദി സിയയുടെ വീട്ടിൽ താമസിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നാണ് ചോദിച്ചത്. വിശേഷങ്ങൾ കേൾക്കാൻ അവൾ തിടുക്കം കൂട്ടുന്നുണ്ട്. ഒരേ വീടിനുള്ളിൽ താമസിക്കുന്നത് നീ വിചാരിക്കുന്ന പോലെ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. നീ ശിഷിയും ഒരേ വീട്ടിൽ തന്നെയാണ്, നിനക്ക് എന്ത് ചെയ്യുമ്പോഴും അവനെ മൈൻഡ് ചെയ്യണം എന്ന ഒരവസ്ഥയാണെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കുമെന്ന് ഷിയാൻ ചോദിക്കുന്നു. കുട്ടിക്കാലത്ത് ശിശി ഒരുപാട് തവണ എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെന്ന് ഷാദി അപ്പോൾ പറയുന്നു. ഷിയാൻ ആ കഥ കേൾക്കാൻ ആകാംക്ഷ കാണിച്ചപ്പോൾ ഷാദി അതിനെക്കുറിച്ച് പറയുന്നു. അവൻ പണ്ട് വീട്ടിൽ വഴക്കുണ്ടാക്കുമ്പോൾ എപ്പോഴും ഓടി വരുന്നത് എൻ്റെ വീട്ടിലേക്കായിരിക്കും. അന്ന് ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നതിനാൽ അവൻ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മുറിയിലാണ് കിടന്നിരുന്നത്. ഞാൻ കട്ടിലിലും അവൻ താഴെയും. അവൻ ഉറക്കത്തിൽ കൂർക്കം വലിക്കുകയും പല്ലു കടിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഏറ്റവും വലിയ രസം എന്താണെന്നറിയാമോ, എന്നും കട്ടിൽ കിടന്നുറങ്ങുന്ന ഞാൻ ഉണരുമ്പോൾ താഴെയും അവൻ കട്ടിലുമായിരിക്കും കിടക്കുന്നത് എന്ന് പറഞ്ഞ് ഷാദി ചിരിക്കുന്നു. അവൻ അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ച് ഷിയാനും ചിരിക്കുന്നുണ്ട്. മുന്നിൽ നിന്ന് ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന സിയെ അങ്ങോട്ട് നോക്കിയപ്പോൾ ഷിയാൻ സംസാരം നിർത്തിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു.
അന്ന് ക്യാൻറ്റീനിൽ വെച്ച് ഷാദിയും കെക്കയും കൂടി ഷിയാനോട് സിയയുടെ വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ രാത്രിയിൽ എന്തെങ്കിലും സംസാരിച്ചോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി അവളെ കളിയാക്കുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമില്ലെങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് ഷിയാൻ ഒരു ചിരിയോടെ പറയുന്നുണ്ട്. ഷിയാൻ കൂടെ താമസിക്കാൻ വന്നതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ശിശിക്കും താല്പര്യമുണ്ട്. നിങ്ങൾ ഒരു മുറിയിലാണോ കിടക്കുന്നത് എന്നവൻ ചോദിച്ചപ്പോൾ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ച് സിയ അവനെ വഴക്ക് പറയുന്നു. ഷിയാൻ ഒന്നുമില്ലെങ്കിലും ഒരു പെൺകുട്ടിയല്ലേ, എൻ്റെ ഗതികേട് കണ്ട എനിക്ക് ഇവനെയാണ് തീറ്റി പറ്റേണ്ടത് എന്ന് ശിശി ഷെങ്ങിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു. ഷെങ് അടുത്ത് വന്നിരുന്നപ്പോൾ നിനക്ക് വീട്ടിലേക്ക് മടങ്ങി ചെല്ലാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? ഇത്തവണ ഇത് പതിവിലും കുറച്ച് കൂടുതലല്ലേ? നിന്റെ അച്ഛന് നിന്നോട് ദേഷ്യമുണ്ടെങ്കിലും നിന്റെ അമ്മ നിന്നോർത്ത് ദുഃഖിക്കുകയായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് സിയെ പറയുന്നു. ഷെങ്ങിൻ്റെ ഉള്ളിൽ അത് കൊള്ളുന്നുണ്ട്. അന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സിയയുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. അമ്മ ഫ്രണ്ട്സിനൊപ്പം പുറത്തു പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സിയയാണ് ഷിയാനും കൂടി ഭക്ഷണം വിളമ്പിക്കൊടുത്തത്. നീ മിക്കപ്പോഴും തനിച്ചിരുന്നാണോ ആഹാരം കഴിക്കാറുള്ളത് എന്ന് ഷിയാൻ ചോദിക്കുന്നുണ്ട്. ഫുഡ് വായിൽ വെച്ചപ്പോൾ ഷിയാന് ഉപ്പ് കുറച്ച് കൂടുതലായി തോന്നിയെങ്കിലും അവൾ പറയുന്നതിന് മുമ്പ് ഉപ്പ് കൂടുതലാണല്ലേ, അമ്മ ഇവിടെ എങ്ങനെ ആഹാരം അധികം ഉണ്ടാക്കാറില്ല, നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പുറത്തു പോയി ആഹാരം വാങ്ങിക്കൊണ്ടുവരാമെന്ന് സിയ പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്, മാത്രമല്ല വീട്ടിലുണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് എന്ന് പറഞ്ഞ് ഷിയാൻ ഇത് കഴിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് പാത്രം നീ കഴുകി വെച്ചോണം, നിനക്ക് ഞാൻ എപ്പോഴും ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുക്കാറുള്ളതല്ലേ, അതിന് പകരമാണ് എന്ന് കരുതിയാൽ മതി എന്നവൻ പറയുന്നു. ഞാൻ കഴുകിക്കോളാമെന്ന് ഷിയാൻ പറയുന്നുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് ഷിയാൻ അവളുടെ കൈവശമുണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സും എടുത്ത് ഹാളിൽ സിയ ഇരിക്കുന്നിടത്തേക്ക് വന്നിട്ട് ഞാൻ ടി വി ഒന്ന് വെച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. വെച്ചോളാൻ അവൻ പറഞ്ഞെങ്കിലും ഷിയാൻ റിമോട്ട് നോക്കിയിട്ട് അവിടെയും കാണഞ്ഞതിനാൽ നീ ഒളിപ്പിച്ച് വെച്ചോ എന്ന് ഷിയാൻ ചോദിക്കുന്നു. ഞാൻ എന്തിനാണ് റിമോട്ട് ഒളിപ്പിക്കുന്നത്, അവിടെ എവിടെയെങ്കിലും കാണും എന്നവൻ പറഞ്ഞെങ്കിലും അവൾക്കത് വിശ്വാസമാകുന്നില്ല. നീ ഒന്ന് എണീറ്റേ നോക്കട്ടെ എന്ന് പറഞ്ഞവൾ അവൻ്റെ പുറകിലേക്ക് നോക്കിയപ്പോൾ റിമോട്ട് അവിടെ ഇരിക്കുന്ന അവൾ കാണുന്നു. ടി വി കാണാതെ പോയിരുന്ന് ഹോംവർക്ക് ചെയ്യാൻ നോക്കാൻ റിമോട്ട് എടുത്ത് മാറ്റിക്കൊണ്ട് സിയെ പറയുന്നു. ഞാൻ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു, കുറച്ച് നേരം ഒന്ന് കണ്ടോട്ടെ എന്നവൾ പറഞ്ഞപ്പോൾ അവൻ ഓക്കെ പറഞ്ഞ് റിമോട്ട് നീട്ടിയെങ്കിലും ഷിയാൻ പിടിക്കാൻ കഴിഞ്ഞപ്പോൾ അവൻ കൈ പിൻവലിക്കുന്നു. ഇത് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാമെങ്കിൽ നിന്നെ ഞാൻ ടി വി കാണാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞ് അവൻ റിമോട്ട് മാറ്റി പിടിക്കുന്നു. റിമോട്ടിനായി രണ്ടുപേരും കൂടി ഒരു പിടിവിലി നടക്കുന്നുണ്ട്. ഷിയാനാണ് ജയിച്ചത്, ഞാനും എൻ്റെ അനിയനും തമ്മിൽ വർഷങ്ങളായി ഇത് നടത്തുന്നതാണ്, എന്നോടാണോ കളിയെന്ന് ഷിയാൻ ഗമയിൽ ചോദിക്കുന്നുണ്ട്. സിയെ തോറ്റത്തിൻ്റെ ചമ്മലിൽ ഒരു ബുക്കും കയ്യിൽ പിടിച്ച് പിണങ്ങി മാറിയിരുന്നപ്പോൾ റിമോട്ട് കിട്ടാതെ വരുമ്പോൾ എൻ്റെ അനിയനും ഇതുപോലെ തന്നെയാണ്, നിങ്ങൾ രണ്ടുപേരും ഇക്കാര്യത്തിൽ ഇരട്ടകളെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് ഷിയാൻ അവനെ കളിയാക്കി ചിരിച്ചിട്ട് ടി വി ഓണാക്കുന്നു. അവൾ ടി വി കാണുന്നതിനിടയിൽ ഞാൻ തന്ന വെബ്സൈറ്റ് നീ ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു എന്നവൻ ചോദിക്കുന്നു. ഒരു തവണ നോക്കിയിരുന്നു, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു, താങ്ക്സ് എന്നവൾ പറയുന്നു. നിനക്കത് ഇഷ്ടപ്പെട്ടോ എന്നറിഞ്ഞാൽ മതി, ഞാൻ നിനക്കട്ടതിന് ബലമുണ്ടായല്ലോ, നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അവൻ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നു. സത്യമാണെന്ന് ചോദിച്ച് ഷിയാൻ സന്തോഷത്തോടെ ചാടി എണീറ്റ് റിമോട്ട് അവന് കൊടുത്തിട്ട് നീ ടി വി കണ്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അടുത്ത ദിവസം സിയയും ഷിയാനും സ്കൂളിൽ നിന്ന് മടങ്ങി വന്ന് സിയയുടെ വീടിനുള്ളിൽ കയറിയതും അകത്ത് നിന്ന് അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടുന്നവർ കേൾക്കുന്നു. സിയയ്ക്ക് ആകെ നാണക്കേട് തോന്നുന്നുണ്ട്. അവൻ്റെ മുഖം കണ്ടപ്പോൾ ഷിയാനും ആകെ വല്ലാതെയാകുന്നു. അവർ വന്നതറിയാതെ അച്ഛനും അമ്മയും വഴക്ക് തുടരുകയാണ്. അമ്മയുടെ കരച്ചിലും കേൾക്കാം. അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് സിയയും ഷിയാനെയും കാണുന്നത്. നിങ്ങൾ വന്നിട്ട് എന്താണ് ശബ്ദം ഉണ്ടാക്കാതിരുന്നതെന്ന് ചോദിച്ച് അദ്ദേഹം സിയെ കുറ്റപ്പെടുത്തിയപ്പോൾ അച്ഛനിന്ന് വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് സിയെ പറയുന്നു. ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് നോക്കി ഭാര്യയെ വിളിച്ചിട്ട് കുട്ടികൾ വന്നിട്ടുണ്ട് എന്നറിയിക്കുന്നു. അമ്മയും ഒന്നും സംഭവിക്കാത്തതുപോലെ കണ്ണു തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് ചിരിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. സിയ ഒന്നും മിണ്ടാതെ മുറിക്കുള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഷിയാൻ അവൻ്റെ മുറിയിലേക്ക് ഒരു ഗ്ലാസ് പാലുമായി ചെല്ലുന്നു. നിനക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോ, ഞാനിതൊന്നും തീർത്തിട്ട് പറഞ്ഞു തരാമെന്ന് സിയെ പറഞ്ഞപ്പോൾ നീ ഒളിമ്പിയാഡിന് പ്രിപ്പയർ ചെയ്യുകയല്ലേ, ഞാൻ ശല്യം ചെയ്യുന്നില്ല, പഠിച്ചോളൂ, ഞാൻ വെറുതെ നിന്നോടൊന്ന് സംസാരിക്കാമെന്ന് കരുതി വന്നതാണ് എന്നവൾ പറയുന്നു. സിയ കസേരയിലിരുന്നൊരു ബാഗ് എടുത്ത് മാറ്റി അവളോട് ഇരിക്കാൻ പറയുന്നു. അവരൊന്നും മിണ്ടാതിരിക്കുന്നതിനാൽ മേശപ്പുറത്തിരിക്കുന്ന ബുക്സിലേക്ക് നോക്കി ഇത് മുഴുവൻ നീ വായിച്ചിട്ടുണ്ടോ എന്നവൾ ചോദിക്കുന്നു. അവനൊന്ന് മൂളുക മാത്രം ചെയ്യുന്നു. അവൻ്റെ മൂഡ് ഓഫ് മാറ്റാനായി ഇന്നിവിടെ കേട്ടത് ഞാൻ വേറെ ആരോടും പറയില്ല എന്നവൾ പ്രോമിസ് ചെയ്യുന്നു. എല്ലാ വീട്ടിലും ഇതൊക്കെ ഉള്ളതല്ലേ, ഏത് കപ്പിൾസാണ് വഴക്കിടാത്തത്, നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നവൾ പറയുന്നുണ്ട്. നീ വിചാരിക്കുന്ന അത്ര മനോഹരമല്ല എൻ്റെ ജീവിതമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ, അപ്പോൾ എന്തു തോന്നുന്നു എന്ന് അവൻ ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല എന്നവൾ പറയുന്നു. എൻ്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതിനാൽ അമ്മയുടെ മുഴുവൻ ശ്രദ്ധയും അച്ഛനിലാണ്. അച്ഛൻ്റെ കാര്യം അറിയാമല്ലോ, വീട്ടിൽ വരാൻ പോലും നേരമില്ലാത്ത വിധം തിരക്കാണ്. അമ്മ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അച്ഛനോട് ഇത് പതിവാണ്. എനിക്കിപ്പോൾ ഇത് ശീലമായി. എൻ്റെ അമ്മ കുട്ടിക്കാലം മുതലേ നല്ലൊരു വീട്ടിൽ വളർന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളും അറിഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ചുറ്റുമുള്ളവരും അങ്ങനെയാണ് എന്നാണ് അമ്മ കരുതുന്നത്. അമ്മ ഈ വഴക്കൊക്കെ ഉണ്ടാക്കിയാലും അധിക സമയമൊന്നും അത് മനസ്സിൽ വെക്കാറില്ല, പെട്ടെന്ന് തന്നെ അതെല്ലാം മറക്കും. പക്ഷേ കണ്ടിരിക്കുന്ന എൻ്റെ കാര്യം അങ്ങനെയല്ല, അമ്മയുടെ സങ്കടം എൻ്റെ മനസ്സിൽ നിന്ന് മായാറില്ല. എനിക്കതുകൊണ്ട് അച്ഛനോട് ദേഷ്യം തോന്നാറുണ്ട് എന്നവൻ പറയുന്നു. ഷിയാൻ ഒന്നും പറയാതെ നോക്കിയിരിക്കുന്നത് കണ്ട് എന്നെ അടുത്തറിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം നീ പറഞ്ഞതുപോലെ അത്ര നല്ലതല്ല എന്ന് തോന്നുന്നുണ്ടോ എന്നവൻ ചോദിക്കുന്നു. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നവൾ പറഞ്ഞപ്പോൾ വെറുതെ കള്ളം പറയേണ്ട എന്നവൻ പറയുന്നു. നീ ശരിക്കും നല്ലവനാണ് എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. നമുക്ക് രണ്ടുപേർക്കും 17 വയസ്സല്ലേ ഉള്ളൂ. ഈ പ്രായത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കൺഫ്യൂഷനുകളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതൊന്നും മനസ്സിന് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കാതെ നോക്കണമെന്ന് ഷിയാൻ പറയുന്നു. ഞാൻ എൻ്റെ അച്ഛനെ പോലെ അല്ല, എൻ്റെ കൂടെയുള്ളവർ വേദനിക്കാൻ ഞാൻ ഒരിക്കലും ഇടവരുത്തില്ല.
എന്ന് സിയെ അവളെ നോക്കി പറഞ്ഞിട്ട് പാല് നീക്കി അവളുടെ മുന്നിലേക്ക് വെച്ച് ഇത് കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറയുന്നു. ഷിയാൻ ഒന്നും മിണ്ടാതെ അടുത്ത് കുടിക്കുന്നുണ്ട്. ഷാദിയും കക്കയും ചോദിച്ചപ്പോൾ എനിക്കതിൻ്റെ ഉത്തരം അറിയില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം എനിക്കിപ്പോൾ നന്നായി അറിയാം. അവർ പറയുന്നത് പോലെ സിയെ എൻ്റെ മനസ്സിലൊരു സ്വപ്നസുന്ദരനൊന്നുമല്ല. ചിലപ്പോൾ അവൻ നല്ല കെയറിംഗ് ആണെന്ന് തോന്നും, മറ്റു ചിലപ്പോൾ ഒരു ശല്യപ്പെടുത്തുന്നവനായി തോന്നും, ചിലപ്പോൾ വെറും പാവമാണെന്ന് തോന്നും. ഇതിലേത് തോന്നിയാലും ഞാൻ ഹാപ്പിയാണ്. കാരണം ആ സമയത്ത് അവൻ ശരിക്കും എൻ്റെ മനസ്സിലുണ്ടല്ലോ, എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ അവൾ അന്ന് രാത്രി ഡയറിയിൽ കുറിക്കുന്നുണ്ട്. അടുത്ത ദിവസം ക്ലാസ്സിൽ കിടന്നുറങ്ങിയായിരുന്ന സിയെ നോക്കി ഷിയാൻ സ്വയം മറന്നിട്ട് പുഞ്ചിരിക്കുന്നത് കണ്ട് ഷാദി കാരണം തിരക്കിയപ്പോൾ ഞങ്ങൾ ഈയിടെയായി നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട് എന്നൊരു തോന്നൽ. മാത്രമല്ല എനിക്കിപ്പോൾ അവൻ്റെ കുറേ സീക്രട്സും അറിയാമെന്ന് ഷിയാൻ പറയുന്നു. എന്ത് സീക്രട്ടാണ് എന്ന് ഷാദി ചോദിച്ചപ്പോൾ അത് ഞാൻ ആരോട് പറയില്ല എന്നവർ വാക്ക് കൊടുത്താണ്, അതുകൊണ്ട് പറയാൻ കഴിയില്ല എന്നവൾ പറയുന്നു. ആ സമയത്താണ് ശിശി അവിടേക്ക് വന്നിട്ട് വെന്നിൻ്റെ അച്ഛന് ജോലി സ്ഥലത്ത് വെച്ച് അപകടം പറ്റിയത് നിങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുന്നത്. അപ്പോഴേക്കും ആഞ്ജലിയും ഒരു ഡൊണേഷൻ ബോക്സുമായി ക്ലാസ്സിലേക്ക് കയറി വന്നിട്ട് വെന്നിൻ്റെ ഫാമിലിക്ക് സംബന്ധിച്ചത് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ, എല്ലാവരും കഴിയുന്നതുപോലെ അവരെ സഹായിക്കണമെന്ന് കുട്ടികളോടെ പറഞ്ഞിട്ട് പേഴ്സിൽ നിന്ന് കുറച്ച് പണം എടുത്ത് അതിലിടുന്നുണ്ട്. വെൻ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. PT പീരീഡും ഒഴിഞ്ഞ ഒരു കോണിൽ മാറി വിഷമിച്ചിരിക്കുന്ന വെന്നിനെ കണ്ടപ്പോൾ എനിക്ക് എത്രയാണെങ്കിലും അവൻ ചെയ്തിട്ടുള്ളതൊക്കെ ഓർക്കുമ്പോൾ അവനെ സഹായിക്കാൻ മനസ്സ് വരുന്നില്ല. അവൻ എന്തൊക്കെ ദ്രോഹമാണ് സിയോട് ചെയ്തിട്ടുള്ളതെന്ന് ഷാദി പറയുന്നു. ഒരാപത്ത് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് ശിശി അവളെ വഴക്ക് പറയുന്നുണ്ട്. അവൻ കാരണമാണ് സിയയ്ക്ക് അന്ന് ശിക്ഷ കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നും ഷാദി വീണ്ടും പറഞ്ഞപ്പോൾ അത് ശരിയാണ്, അവനാണ് ആഞ്ജലിയോനോട് പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അവനെ സഹായിക്കണമെന്ന് ശിശി പറയുന്നു. അവനാണ് പറഞ്ഞതെന്ന് നിനക്ക് അറിയാമായിരുന്നു എന്ന് ഷിയാൻ സിയയോട് ചോദിക്കുന്നു. അറിയാമായിരുന്നു, പക്ഷേ അതൊന്നും ഇപ്പോൾ നോക്കണ്ട. പണം നൽകുന്നത് ശരിക്കും അവനെ സഹായിക്കാനല്ലല്ലോ, അവൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും സഹായിക്കാനല്ലേ, വയസ്സായ അവർക്ക് അവരുടെ മകനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയല്ലേ എന്ന് സിയെ പറയുന്നത് കേട്ട് ഷിയാൻ പുഞ്ചിരിക്കുന്നുണ്ട്. തിരികെ ക്ലാസ്സിലെത്തിയപ്പോൾ അവൾ പോക്കറ്റ് മണി മുഴുവനായി ആ ബോക്സിലിടുന്നു. അത് കൊണ്ടുവന്ന സിയെ നീ അത് മുഴുവനും ഇട്ടെന്ന് ചോദിച്ചപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെ സഹായിക്കണ്ടേ, നാളെ എനിക്കാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെയും ഇതുപോലെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നവൾ പറയുന്നു. സിയെയും പേഴ്സിൽ നിന്ന് കുറേ പണം എടുത്ത് അതിലിടുന്നു. ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞത് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞവൻ തിരിഞ്ഞടക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് വെൻ ക്ലാസ്സിലേക്ക് കയറി വന്നത്. അവൻ രണ്ടുപേർക്കും താങ്ക്സ് പറഞ്ഞിട്ട് സിയയോട് ചെയ്തതിനൊക്കെ സോറി പറയുന്നുണ്ട്. അന്ന് രാത്രി ഷിയാൻ സിയയുടെ മുറിയിലിരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു പ്രോബ്ലം അവൾ തെറ്റിച്ച് വയ്ക്കുന്നു. നിനക്ക് സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചുകൂടെ, ഞാൻ പറഞ്ഞു തരില്ലേ, എന്തിനാണ് വെറുതെ തെറ്റിക്കുന്നതെന്ന് ചോദിച്ച് അവൻ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് എപ്പോഴും നിന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ, നീ ഇല്ലെങ്കിലും എനിക്ക് മുന്നോട്ട് പോകണ്ടേ എന്ന് പറഞ്ഞവൾ അത് തിരികെ വാങ്ങുന്നു. നിനക്ക് ഈ നാഷണൽ ഒളിമ്പ്യാഡ് കൂടി കഴിഞ്ഞാൽ നേരിട്ട് ഹോക്കിംഗ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ കഴിയുമോ എന്ന് ഷിയാൻ അവനോട് ചോദിക്കുന്നു. ഈ ഒളിമ്പ്യാഡിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാൽ നേരത്തെ ഉള്ളതും ഇതും എല്ലാം കൂടിയാകുമ്പോൾ അഡ്മിഷൻ ഉറപ്പായിരിക്കുമെന്ന് അവൻ പറയുന്നു. എനിക്ക് നിന്നോട് അസൂയ തോന്നുകയാണ്. നീ ഹോക്കിംഗ് യൂണിവേഴ്സിറ്റിയിലായാൽ നിനക്ക് നിൻ്റെ അച്ഛൻ്റെ ജോലി സ്ഥലത്തേക്ക് മാറാമല്ലോ, അവിടെ കുറച്ചുകൂടി വലിയ സിറ്റിയല്ലേ, എനിക്കും അങ്ങോട്ട് വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഷിയാൻ പറയുന്നു. നിനക്കും എനിക്കൊപ്പം അവിടെ പഠിച്ചുകൂടെ എന്ന് സിയെ ചോദിക്കുമ്പോൾ ഷിയാൻ മറുപടി ഒന്നും പറയുന്നില്ല. ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയായിരുന്ന ഷിയാൻ സിയെ തന്നോട് അങ്ങനെ ചോദിക്കുന്നതായി സ്വപ്നം കണ്ടതായിരുന്നു. ആ മധുര സ്വപ്നത്തിൽ അവൾ ഉറക്കത്തിലും പുഞ്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞെട്ടിയുണർന്ന അവളുടെ കൈതട്ടി എന്തോ താഴേക്ക് വീണെങ്കിലും അവൾ ശ്രദ്ധിക്കുന്നില്ല. അവളുടെ മുഖം കണ്ട് നീ എന്ത് സ്വപ്നമാണ് കണ്ടത്, മുഖമാകെ ചുവന്നു കൊടുത്തിരിക്കുന്നല്ലോ എന്ന് ഷാദി അവളോട് രഹസ്യമായി ചോദിക്കുന്നു. ഒന്നുമില്ല എന്നവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിയെ അവളെ പുറകിൽ നിന്ന് വിളിക്കുന്നു. ആഞ്ജലിയോ ക്ലാസ്സിൽ നിൽക്കുന്നതിനാൽ ഷിയാൻ തിരിഞ്ഞു നോക്കാതെ തന്നെ പുറകോട്ടാഞ്ഞിട്ട് എന്താ കാര്യം, ക്ലാസ്സിലിരുന്ന് എന്നോട് സംസാരിക്കരുത് എന്ന് പറയുന്നു. നിന്റെ ഗ്ലാസ് താഴെ കിടക്കുന്നു എന്ന് സിയെ പറഞ്ഞത് കേട്ട് വേഗം അവളതെടുക്കുന്നു. നീ എന്താണ് സ്വപ്നം കണ്ടത്, ശരിക്കും ജീവിതത്തിൽ നടക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്ന എന്തോ ആണ് എന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്നൊക്കെ പറഞ്ഞ് ഷാദി അവളെ കളിയാക്കിയെങ്കിലും നിനക്ക് വെറുതെ തോന്നുന്നതാണ് എന്ന് പറഞ്ഞ് അവളത് നിഷേധിക്കുന്നു. ഈ സമയം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് നല്ല ഓർമ്മ വേണം. ഇവിടം വിട്ടാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും ദൂരെ ദൂരെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഈ നല്ല ദിവസങ്ങൾ നന്നായി എൻജോയ് ചെയ്യാൻ നോക്കുമെന്ന് ഷാദി അവളോട് പറയുന്നു. അന്ന് രാത്രി സിയെ അവൾക്ക് എന്തോ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഷിയാൻ അത് ശ്രദ്ധിക്കുന്നതായി അവന് തോന്നുന്നതുകൊണ്ട് നിനക്ക് എന്ത് പറ്റി, കുറച്ച് ദിവസമായി ഇങ്ങനെയാണല്ലോ എന്നവൻ ചോദിക്കുന്നു. ഒന്നുമില്ല, നീ പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞവൾ കുനിഞ്ഞിരിക്കുന്നു. നീ എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ലല്ലോ, നീ എന്താണ് ഒളിപ്പിക്കുന്നത് എന്നവൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാണ്, നീ ഇന്നിനി പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്നവൾ ചോദിക്കുന്നു. അതുകൊള്ളാം, നീ എന്നോട് എന്തോ ഒളിപ്പിക്കുന്നു എന്നത് പോട്ടെ, ഞാൻ ഈ ട്യൂഷൻ എടുക്കുന്ന സമയം എത്ര വിലപ്പെട്ടതാണെന്ന് നിനക്കറിയില്ലേ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഒളിമ്പ്യാഡിനായി പോയി കഴിഞ്ഞാൽ പിന്നെ നീ വേണമെന്ന് വിചാരിച്ചാൽ പോലും നിനക്കെന്നെ കാണാൻ പറ്റിയെന്ന് വരില്ല, എന്നിട്ട് നീ ഈ സമയം ഒട്ടും പ്രയോജനപ്പെടുത്താതെ ഇരിക്കുകയാണല്ലേ എന്നവൻ ചോദിക്കുന്നു. പെട്ടെന്ന് കറണ്ട് പോകുന്നതിനാൽ സിയെ മെഴുകുതിരി എടുക്കാനായി എഴുന്നേറ്റ് പോകുന്നു. പുറത്ത് നല്ല മഴയും ഇടയ്ക്കിടെ ഇടിയും മിന്നലുമൊക്കെ ഉണ്ട്. ഷിയാന് ഇടി നല്ല പേടിയുള്ളതിനാൽ അവൾ പേടിച്ച് ചുരുണ്ടുകൂടിയിരിക്കുകയാണ്. മെഴുകുതിരിയുമായി വന്ന സിയെ അവളുടെ ഇരിപ്പ് കണ്ട് എന്തു പറ്റി, ഇരുട്ട് പേടിയാണോ എന്ന് ചോദിക്കുന്നു. അല്ല എന്നവൾ പറഞ്ഞപ്പോൾ ഒരു ഇടി വെട്ടുകയും അവൾ പേടിച്ച് കണ്ണടയ്ക്കുകയും ചെയ്യുന്നു. സിയയ്ക്ക് കാര്യം മനസ്സിലായതിനാൽ അവൻ ഹെഡ്ഫോൺ എടുത്ത് അതിൻ്റെ ഒരറ്റം അവളുടെ ചെവിയിൽ വെച്ച് കൊടുത്തിട്ട് മറ്റേ അറ്റം അവൻ്റെ ചെവിയിലും വെച്ച് മ്യൂസിക് പ്ലേ ചെയ്യുന്നു. ഇപ്പോൾ പേടി മാറിയോ എന്നവൻ ചോദിക്കുന്നു. ഷിയാൻ മൂളുന്നുണ്ട്. പാട്ട് കേട്ടപ്പോൾ ഇതെനിക്കും ഇഷ്ടമുള്ള പാട്ടാണ് എന്നവൾ പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും നിൻ്റെ ഒപ്പം ഹോക്കിംഗ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഷിയാൻ പറയുന്നു. സിയെ മറുപടി പറയാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഷെങ്ങിൻ്റെ അച്ഛനും അവനും തമ്മിൽ ഫ്ലാറ്റിന് മുന്നിൽ വെച്ച് വലിയ വഴക്ക് നടക്കുകയാണ്. രണ്ടുപേരുടെയും ഇടയിൽ നിന്ന് അവൻ്റെ അമ്മ പെടാപ്പാട് വിടുന്നു.
ഷെങ് പെട്ടിയുമായി എവിടെയൊക്കെ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അച്ഛൻ പെട്ടി വാങ്ങി വലിച്ചെറിയുന്നുണ്ട്. ബഹളം കേട്ട് കുറച്ചുപേർ അവിടെ കൂടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഷാദിയും ശിഷിയും കെക്കയുമുണ്ട്. അവർ പക്ഷേ അടുത്തേക്ക് ചെല്ലാതെ ദൂരെ മാറി നിൽക്കുകയാണ്. ശിശി പറഞ്ഞറിഞ്ഞ് അവിടേക്ക് വന്ന സിയെ അവർക്ക് അരികിലേക്ക് ചെന്നപ്പോൾ, നീ വന്നത് നന്നായി, എങ്ങനെയെങ്കിലും നിന്റെ കൂട്ടുകാരനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ആദ്യം കോളേജിൽ പോകാൻ പറയും, പിന്നെ ആവട്ടെ ബാക്കി കാര്യങ്ങളെന്ന് ഷെങ്ങിൻ്റെ അച്ഛൻ സിയയോട് പറയുന്നു. അച്ഛൻ സിയയെ മോനായി കണ്ടു. അവൻ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ പഠിക്കാൻ മിടുക്കനല്ലേ എന്ന് ഷെങ് വാശിയോടെ പറഞ്ഞപ്പോൾ അച്ഛൻ അവൻ്റെ നേർക്ക് തിരിയുന്നു. സിയ അദ്ദേഹത്തെ പിടിച്ചു മാറ്റി സംസാരിക്കുന്നുണ്ട്. അവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശാന്തനായി മടങ്ങിപ്പോകുന്നു. ഷെങ്ങിനോട് ഞാൻ സംസാരിച്ചോളാമെന്ന് പറഞ്ഞ് സിയ അമ്മയും മടക്കി അയച്ചിട്ട് അവനെയും കൂട്ടി ബാക്കിയുള്ളവർക്ക് അരികിലേക്ക് വരുന്നു. പ്രശ്നം പരിഹരിച്ചതിന് സിയയ്ക്ക് ഷെങ് താങ്ക്സ് പറയുന്നുണ്ട്. ഇപ്പോൾ സോൾവ് ആയല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പോകുന്നു. ഷിയാൻ അന്ന് രാത്രി പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വിശപ്പ് തോന്നിനാൽ ശബ്ദമുണ്ടാക്കി ആരെയും ഉണർത്തണ്ട എന്ന് കരുതി അവൾ ചെരുപ്പ് പോലും ഇടാതെ ഫ്രിഡ്ജിനടുത്തെത്തി കഴിക്കാൻ പറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്തിനാ അവിടേക്ക് വന്ന സിയ അവളെ കണ്ട്, നീ ഇതുവരെ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുന്നു. ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ ഷിയാൻ പേടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കഴിക്കാനുള്ളത് എടുക്കുന്നു. എനിക്ക് വിശപ്പ് തോന്നി എന്നവൾ പറയുന്നു. നീ തണുപ്പത്ത് ചെരുപ്പില്ലാതെ നടന്ന് പനി പിടിക്കാനുള്ള ഉദ്ദേശമാണോ? വേഗം പോയി ചെരുപ്പിട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് അവളുടെ കയ്യിലിരുന്നത് വാങ്ങി സിയ അവളെ ഓടിച്ചു വിടുന്നു. ഷിയാൻ മടങ്ങി വന്നപ്പോൾ സിയ അവളെടുത്ത് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഷിയാനും അവനൊപ്പം ഇരിക്കുന്നു. നിന്റെ ഇരിപ്പ് കണ്ടാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള അമ്മാന്മാരെ പോലെ ഉണ്ടല്ലോ, വെറുതെ അല്ല നിനക്ക് ഷെങ്ങിൻ്റെ അച്ഛനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയത്, എന്നാലും നീ അതങ്ങനെ സാധിച്ചു എന്നവൾ ആകാംക്ഷയോടെ ചോദിക്കുന്നു. അത് സിമ്പിളല്ലേ, അങ്കിളിനെ പോലെ നല്ലൊരു മനുഷ്യനാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഷെങ് പട്ടാളത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ അവൻ്റെ അച്ഛനോട് പറഞ്ഞത് എന്ന് സിയെ പറയുന്നു. കൊള്ളാം മിടുക്കൻ, നിനക്ക് നന്നായി സംസാരിക്കാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഷിയാൻ അവനെ അഭിനന്ദിക്കുന്നുണ്ട്. അവൻ കോട്ടുമായിട്ട് ഉറക്കം തൂങ്ങുന്നത് കണ്ട് ഒളിമ്പ്യാഡിന് പഠിക്കുന്നതിൻ്റെ ക്ഷീണമായിരിക്കുമല്ലേ, ഓൾ ദ ബെസ്റ്റ് എന്നവൾ പറയുന്നു. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, നിനക്ക് ഇപ്രാവശ്യം മാത്സിന് 90 മാർക്കേ ഉള്ളെന്ന് ഞാൻ അറിഞ്ഞല്ലോ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് സിയ പറയുന്നു. സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞു, ഈ നേരത്തെങ്കിലും നിനക്ക് എന്നെ വെറുതെ വിട്ടുകൂടെ എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ, നിനക്കിതുവരെ ഉറക്കം വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി, വാ പഠിക്കാമെന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ ഷിയാൻ പറഞ്ഞെങ്കിലും സിയ അവളെ വിടുന്നില്ല. കെക്കെ ഫ്രണ്ട്സിനോടൊപ്പം ഔട്ടിങ് ഇറങ്ങിയപ്പോഴാണ് ഷെങ് അവളെ കാണാനായി എത്തിയത്. അവൾ കൂട്ടുകാരെ പറഞ്ഞയച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നിന്റെ പാവാടയ്ക്ക് തീരെ ഇറക്കമില്ലല്ലോ, ഇത് അരയിൽ ചുറ്റിക്കുക എന്ന് പറഞ്ഞ് ഷെങ് തൻ്റെ കോട്ട് അവൾക്ക് നീട്ടിയെങ്കിലും എനിക്ക് വേണ്ട, ഞാൻ ആർട്സ് ക്ലാസ്സിലേക്ക് പോവുകയാണ് എന്ന് കെക്കെ പറയുന്നു. ഷെങ് നിർബന്ധിച്ച് അവളുടെ അരയിൽ കെട്ടിക്കൊടുത്തിട്ട് വണ്ടിയിൽ കയറി, ക്ലാസ്സിന് ഞാൻ കൊണ്ടുവിടാമെന്ന് പറയുന്നു. കെക്കെ ആദ്യം ജാടയിട്ട് നിന്നെങ്കിലും ഒരു റൈഡ് കിട്ടുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറുന്നുണ്ട്. വണ്ടിയിലിരിക്കുമ്പോൾ ഏത് കോളേജിലേക്കാണ് പോകുന്നതെന്ന് നീ തീരുമാനിച്ചതെന്ന് ഷെങ് ചോദിക്കുന്നു. അതൊക്കെ എപ്പോഴേ തീരുമാനിച്ചു, ഫിലിം അക്കാഡമിയിലേക്കാണ്, ആക്ടിങ് പഠിക്കാനാണ്. ഈ വർഷം അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം വീണ്ടും ശ്രമിക്കും, എന്തായാലും ഞാൻ അവിടെ തന്നെ പോവുകയുള്ളൂ, അതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് അവൾ പറയുന്നു. നമ്മൾ ഇക്കാര്യത്തിൽ ഒരുപോലെയാണ്, ലക്ഷ്യം നേടുന്നവരെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലേ എന്ന് ഷെങ് പറയുന്നു. ഞാൻ നിന്നെപ്പോലെയൊന്നുമല്ല, എനിക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്ന് കെക്കെ പറഞ്ഞപ്പോൾ, എനിക്കെന്താണ് കുഴപ്പം, എനിക്ക് നല്ലൊരു ഭാവിയുണ്ട്, ഞാൻ നല്ലൊരു പട്ടാളക്കാരനായിരിക്കും എന്ന് അവൻ പറയുന്നു. നീ ശരിക്കും പട്ടാളത്തിൽ ചേരാൻ പോവുകയാണോ എന്ന് അവൾ ചോദിച്ചപ്പോൾ, അതെ, പട്ടാളക്കാരാണ് രാജ്യത്തിൻ്റെ ശക്തിയും ഒരുമയും, അവരുണ്ടെങ്കിൽ നമ്മുടെ നാട് സുരക്ഷിതമാണ് എന്നൊക്കെ ഷെങ് പറയുന്നു. കെക്കെ അത് കേട്ട് പുറകിൽ ചിരിക്കുന്നുണ്ട്. ഷിയാനും ഷാദിയും ഒക്കെ ഏത് കോളേജിലാണ് പോകേണ്ടത് എന്നൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഹോക്കിംഗ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനുള്ള പാസ് മാർക്ക് വളരെ കൂടുതലാണല്ലോ എന്ന് ഷിയാൻ പറയുന്നത് കേട്ട്, നീയും അവിടെ തന്നെയാണോ പോകുന്നതെന്ന് ഷാദി അവളോട് ചോദിക്കുന്നു. പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ ഹോക്കിംഗ് യൂണിവേഴ്സിറ്റി എന്നെ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല, നമ്മളെല്ലാം ഒരേ സിറ്റിയിൽ തന്നെയാണ് പഠിക്കുന്നതെങ്കിൽ നല്ല രസമായിരുന്നേനെ എന്ന് ഷിയാൻ പറയുന്നു. നിനക്ക് സിയയ്ക്കൊപ്പം പഠിക്കാൻ ഒരു ചാൻസ് ഉണ്ടെന്നെങ്കിലും പറയാം, എൻ്റെ കാര്യം പക്ഷേ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ഷാദി ശിഷിയെ നോക്കിക്കൊണ്ട് പറയുന്നു. നമ്മൾ പിരിയാൻ പോവുകയാണെന്നാണോ നീ പറയുന്നതെന്ന് ശിശി ചോദിച്ചപ്പോൾ, അതെ, ഞാൻ ഈ കുറച്ചുനാൾ തനിച്ച് ജീവിതം ആസ്വദിക്കട്ടെ എന്ന് ഷാദി പറയുന്നുണ്ട്. ഈ വീക്കെൻഡിൽ ഷെങ് പട്ടാളത്തിലേക്ക് പോവുകയാണ്, അവനെ യാത്രയക്കാൻ പോകാൻ എല്ലാവരും വരണമെന്ന് സിയ എല്ലാവരോടുമായി പറയുന്നു. ഇത്ര പെട്ടെന്ന് അവൻ പോവുകയാണെന്ന് ശിശി ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.